ചങ്ങായിമാരെ ഞാനിപ്പോൾ ഉള്ളതേ നമ്മുടെ മലയോര ഹൈവേ റോഡിന്റെ പക്കത്താണ്. മലയോര റോഡിന്റെ ഹൈവേ പക്കത്ത് അറിയുമ്പോൾ നമ്മുടെ കണ്ണത്തിന്റെയും അതുപോലെ തന്നെ ചീനിപ്പാടത്തിന്റെയും ഇടയില് ചെലമ്പലക്കൈ റോഡ്. ഇത് ചെലമ്പലക്കൈ റോഡാണ്. ഇത് നമ്മുടെ നിലമ്പൂർ റോഡ്, ഇത് നമ്മുടെ കരുവാരക്കുണ്ട് റോഡ്. അപ്പോൾ സംഭവം എന്താ വെച്ചാല് ഈ റോഡിന് അങ്ങനെ പോയിട്ട് നമുക്ക് കുറച്ച് സ്ഥലം കൊടുക്കാണ്ട്. സ്ഥലം എന്ന് പറഞ്ഞാല് വീടടക്കമുള്ള ഒരു പഴയ വീടടക്കമുള്ള ഒരു സ്ഥലമാണ്. അതിൽ ഫ്ലോട്ടായിട്ട് തിരിച്ചെങ്ങാണ്ട് നമുക്ക് വീട് വെക്കും ചെയ്യാം, അതുമല്ലാതെ മൊത്തത്തിൽ ആണ് എടുക്കുകയും ചെയ്യാം. നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം ഫ്ലോട്ടൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ CT റോഡിൽ നിന്ന് ഉള്ള റോഡാണിത്. ആ പോക്കറ്റ് റോഡിന് കയറി കഴിഞ്ഞാൽ വല്ല ഡയറക്റ്റ് റോഡ് തന്നെ ഇട്ടില്ലേ, വാഹനങ്ങളൊക്കെ പോണ റോഡ്. അവിടുന്ന് തിരിഞ്ഞിട്ട് ഈ റോഡ് വന്ന് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതാണ് ആ സ്ഥലത്തേക്കുള്ള വഴി. അപ്പോൾ ഈ വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകണമെങ്കിൽ 10 അടി വഴിയേറ്റുണ്ട്, 10-12 അടി വഴിയേറ്റുണ്ട്. എന്തായാലും ഇതിൽ നമ്പർ ഞാൻ തരുന്നുണ്ട്, ആ നമ്പറിൽ ബന്ധപ്പെട്ട് അറിയാം. അപ്പോൾ ഇതിലിങ്ങനെ ഇറങ്ങി പോന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലിങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ വരെ ആണെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെയാണ്, ഇവിടുന്ന് അങ്ങോട്ടാണ് സ്ഥലമുള്ളത്. ഇവിടെ ഒരു കുറ്റിയുണ്ട്, ആ കുറ്റിൻ്റെ ആ ഒരു 3 അടി വഴിൻ്റെ അപ്പുറത്താണ് കുറ്റി. ഇവിടുന്ന് ഇങ്ങനെ ആണ് ആ സ്ഥലം പോണത്. ഇവിടുന്ന് അങ്ങനെ പോയിട്ട് ഇങ്ങനെ പോരും ആണെങ്കിൽ ഇതാണ് സ്ഥലം. 27 സെൻറ്റ് സ്ഥലമാണുള്ളത്. അപ്പോൾ ഇത് എങ്ങനെ വേണ്ടിച്ചാൽ എങ്ങനെ കൊടുക്കേണ്ടത് വെച്ചാൽ അതൊക്കെ അതിൻ്റെ ആളുകൾ നമ്പർ ഞാനിതിൽ തന്നിട്ടുണ്ട്. 2 നമ്പർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ആ നമ്പറുമായി ബന്ധപ്പെടുക. ഇത് നമുക്ക് 27 സെൻറ്റ് അറിയുമ്പോൾ എങ്ങനെ ഒരാൾക്ക് വേണമെങ്കിൽ ഒരാൾക്ക് കൊടുക്കുക. ഇനി അതല്ല 2-3 ആൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാലും കൂടുതൽ ഇത് എങ്ങനെ എന്നുള്ളത് ആ നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിലവിൽ ഇതിലിപ്പോൾ ഒരു വീടുണ്ട്, ഒരു പഴയ മോഡൽ വീടുണ്ട്. അതുപോലെ തന്നെ പിന്നെ തെങ്ങും കാര്യങ്ങളും മരങ്ങളൊക്കെ ഉണ്ട്. ഹൈവേ റോഡിൻ്റെ, നമ്മുടെ മലയോര ഹൈവേ റോഡിൻ്റെ കുറച്ച് ഉള്ളിലേക്കാണ് കയറി കഴിഞ്ഞാൽ എത്രയുള്ള ഇറങ്ങും. അത് റോഡിങ്ങനെ ഇറങ്ങി പോരുമ്പോൾ ഇതിലെങ്ങനെ നോക്കിയാൽ ശരിക്കും റോഡ് കാണും, ഹൈവേ റോഡ് കാണും. അങ്ങനെയാണ് ഈ ഒരു ഫ്ലോട്ട് ഉള്ളത്. എന്തായാലും നമ്പറുമായി ബന്ധപ്പെടുക. ആണെങ്കിൽ തെങ്ങുകൾ ഇതൊക്കെ തെങ്ങാണ്. അപ്പോൾ അതിൽ അരക്കാല തെങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. 7 തെങ്ങ് 6 തെങ്ങായിട്ട് ഉണ്ടായില്ലേ. അപ്പോൾ അത് ഫുള്ളായിട്ട് കാണിച്ചു തരാമെന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് കാണിച്ചിരുന്നത്. ഇതാണ് ആ വീട്. ഇങ്ങനത്തെ ഒരു വീടാണ് നിലവിൽ അതിലുള്ളത്. അതിൽ കിണറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കിണറൊക്കെ പടുത്ത് ഉസാറാക്കി അടിപൊളി കിണറാണ്. വെള്ളം ഫുൾ ടൈം വെള്ളം, എല്ലാ കാലത്തും വെള്ളം ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഇതേപോലെ ഒരു രൂപ നമ്മളെ മൊബൈലിലൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഇങ്ങനെ അറിയാലോ. എന്തായാലും അത് വന്ന് നോക്കിയാൽ കാണാൻ സുഖമായിട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം സൈഡ് ഭാഗം ഒക്കെ ഞാനിതിൽ കവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെ ഓരോ സ്ഥലത്തിൻ്റെ ഓരോ സൈഡ് ഭാഗം. അതായത് റോട്ടിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. റോട്ടിൽ നിന്ന് ഇങ്ങനെ പോന്നു കഴിഞ്ഞാൽ നേരെയാണ് ആ സ്ഥലങ്ങളാണ്. അതൊക്കെ അങ്ങനെ കിടക്കണതാണ്. ഇപ്പോൾ ഫ്ലോട്ട് ഉണ്ടല്ലോ നിങ്ങൾ, നമ്മളെന്ന് വെച്ചാൽ ഒരു മൊബൈലിൽ ഇത്രയും വലിയൊരു സ്ഥലം എടുക്കുമ്പോൾ അത് ഫുള്ളായിട്ട് അത് കവർ ചെയ്യാൻ കഴിയില്ല. കാരണം അതിൽ കുറേ തെങ്ങുകളുണ്ട്, മരങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ആ സ്ഥലം കറക്റ്റ് കിട്ടില്ല. എന്തായാലും മെയിൻ റോഡിൻ്റെ വക്കല്ലെന്ന മെയിൻ റോഡിൻ്റെ വക്കാണേനും റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഒരു നീളമുണ്ട് കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് എടുക്കുക, 2 ഫ്ലോട്ടായിട്ടാണെങ്കിൽ 2 ഫ്ലോട്ടായിട്ട് കൊടുക്കുക. എന്തായാലും താഴേക്കാണ് ഈ നമ്പറിൽ വിളിക്കുക, വിവരങ്ങൾ അന്വേഷിക്കുക. എങ്ങനെ എന്തുള്ളതൊക്കെ അവരുമായി നിങ്ങൾ ബന്ധപ്പെടുക. മാക്സിമം ആളുകളിലേക്ക് വിവരം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.